വിശ്വാസത്തിൻ്റെ ഒരു തലം. അങ്ങേ ചിറകിൻ മറവിലാണ്. ഒന്നിനെ ഞാൻ ഭയപ്പെടുകയില്ല, ഒന്നിനെ തൊടുകയില്ല. യെശയ്യാ-പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം 1-ാം വാക്യം. ഹെഡിങ്ങിനെയാണ് ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ. സൗൽ രാജാവ് രക്ഷപ്പെട്ട് ഗുഹയിൽ ഒളിച്ച ദാവീദ് എഴുതിയ സങ്കീർത്തനം. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണപ്പെടുന്നു, ശരണം പ്രാപിക്കുന്നു. അതിൽ തൊട്ടുമുള്ള വചനം, ഞാൻ അങ്ങയിലാണ് അഭയം തേടുന്നത്. അപ്പന്റെ കൈ വിട്ട് മുറ്റത്ത് കളിക്കുന്ന കുഞ്ഞ് പറമ്പിലൊക്കെ ഓടിപ്പോയി കളിക്കുകയാണ്. അപ്പൻ മുറിയിലുണ്ടെന്നറിയാം. പട്ടി ഓടിയെത്തി. കുട്ടി ഓടി എവിടേക്കാണെന്നറിയോ? അപ്പനെ ലക്ഷ്യമാക്കി. അപ്പൻ എവിടെയാണെന്നറിയാം? അപ്പൻ്റെ അടുത്തേക്കാണ് ഓടുന്നത്. പറമ്പിലേക്കാണോ? വേറെ എവിടേക്കും ഓടില്ല, അപ്പനെ ലക്ഷ്യമാക്കി ഓടും. അപ്പാന്ന് വിളിച്ച് ഓടിയെത്തി അപ്പൻ്റെ തോളിലേക്ക് ചാടും. പിന്നെ ആ കുട്ടിക്ക് ഈ പട്ടിയെ ഭയമില്ല, ഈ പട്ടിയെ കുട്ടി പേടിക്കുന്നില്ല. അപ്പൻ്റെ തോളിലാണ്. ഇതാണ് ദാവീദ് പാടുന്നത്. ദൈവത്തിന് ചിറകിൻ കീഴിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു, അഭയം തേടുന്നു. ഒന്നിനെ ഭയക്കുന്നില്ല. ഈ വിശ്വാസത്തിന് രണ്ടാം തലം. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അത് വിശ്വാസത്തിന്റെ പൂർണ്ണത. ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. യെശയ്യാ-പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 3-ാം വാക്യം. യാക്കോബിനോട് പറയാണ്, ഇസ്രായേലേ, നീ എന്റെ ദാസനാണ്, ഞാൻ നിന്നിൽ മഹത്വം പ്രാപിക്കും. അവിടുത്തെ മഹത്വം പ്രാപിക്കപ്പെടുകയാണ്, പ്രകടമാകുകയാണ് നമ്മളിൽ. പിന്നെ നമുക്കൊന്നിനെയും ഭയമില്ല, അവനാണ് ജീവിക്കുന്നത്. പിന്നെ എങ്ങനെ നമ്മൾ ഈ ദുഷ്ടശക്തികളെയും ലോകത്തെയും പ്രലോഭനങ്ങളെയും പ്രശ്നങ്ങളെയും കാണണം? കാഴ്ചബംഗ്ലാവിൽ മൃഗങ്ങളെ കാണാൻ പോകും നമ്മൾ. നടന്ന് കാണും മനോഹരമായിട്ട്. നമുക്ക് ഭയമുണ്ടോ? ഇല്ല. കാട്ടിലോ? കാട്ടിലിങ്ങനെ നടന്ന് കാണുകയാണ് മൃഗങ്ങളെ. മാനിനെ കണ്ടു, മുയലിനെ കണ്ടു, പക്ഷികളുടെ മയിലിനെ കണ്ടു, അങ്ങനെ നടന്ന് സിംഹത്തെ കണ്ടു. പിന്നെ നമ്മളെ കാണില്ല. അവർക്കവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ഇവര് കൂട്ടിലാണ്, ഇവർക്ക് സ്വാതന്ത്ര്യമില്ല, നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. ഇങ്ങനെ വേണ്ട ശക്തികൾ കാണാം. കാരണം നമ്മുടെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തുള്ളവരെക്കാൾ വലിയവനാണ്.